ഹലോ നമസ്കാരം, സച്ചിനാണ്. ഹാപ്പി ഫാദേഴ്സ് ഡേ. ഫാദേഴ്സ് ഡേ ആയിട്ട് ഒരു സ്പെഷ്യൽ മെസ്സേജ് കുഞ്ഞുങ്ങൾക്ക് കൊടുത്താലോ എന്നൊരു ആലോചന. കാരണം പല പാരൻസും അല്ലെങ്കിൽ പല അച്ഛനമ്മമാരും, അതിൽ കൂടുതൽ അച്ഛന്മാരാണ് പറയാറ്. കാരണം ഞങ്ങൾ ചെയ്യുന്നതൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്, പക്ഷെ അവർ തിരിച്ചറിയുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് കുറച്ച് പാരൻസ്, വിഷമങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളോടാണ് ഞാൻ പറയാനുള്ളത്. ഫാദേഴ്സ് ഡേ ആയ കാരണം അച്ഛനോടനുബന്ധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. മുഴുവൻ കേട്ടോളൂ കേട്ടോ. അതായത് പൊതുവെ അച്ഛന്മാർക്ക് കൂടുതൽ സമയം കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടാറില്ല. കാരണം അവർ ഓട്ടത്തിലായിരിക്കും. മനഃപൂർവ്വമല്ല നമ്മളെ കൂടെ സമയം ചിലവഴിക്കാത്തത്. നമ്മളെ നോക്കാനും നമ്മുടെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടും നമ്മുടെ ഫാമിലി നോക്കാൻ വേണ്ടിയിട്ടും അവർ ശരിക്കും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരിക്കും. ഇപ്പോൾ പൊതുവെ നമ്മൾ പറയുന്ന കാര്യം, ഒരച്ഛൻ സമ്പാദിക്കുന്ന പൈസ, സമ്പാദിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അത് എല്ലാവർക്കും കൂടിയിട്ടുള്ളതാണ്. കുടുംബത്തിൽ എല്ലാവർക്കും കൂടിയിട്ടുള്ള സമ്പാദ്യമാണ് അച്ഛൻ്റേത്. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, പൊതുവെ പലരും പറയാറുണ്ട് അമ്മമാർക്കാണ് ഏറ്റവും കൂടുതൽ പെയിൻ എന്നുള്ളത്. ശരി, ഫിസിക്കൽ പെയിൻ അമ്മമാർക്കായിരിക്കും. പക്ഷെ നിങ്ങൾ അമ്മയുടെ വയറ്റിൽ ഉണ്ടാവുമ്പോൾ തൊട്ട് അച്ഛന്മാർ ശ്രദ്ധിക്കും. എന്തെന്നറിയോ? അമ്മയുടെ ആരോഗ്യം, നിങ്ങളുടെ ആരോഗ്യം. അമ്മയ്ക്ക് അറ്റ്ലീസ്റ്റ് ഫീൽ ചെയ്യാൻ പറ്റും നിങ്ങളെ വയറ്റിൽ. അച്ഛന്മാർക്ക് അത് പറ്റില്ല. പക്ഷെ എന്ത് ചെയ്യും, അവര് നിങ്ങൾ ജനിക്കുന്നത് വരെ ഇമാജിനേഷനാണ്, ഫുൾ പ്രതീക്ഷ, ആലോചന, ഇതൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ അമ്മയെ നോക്കുന്നതായാലും വരുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കൊടുക്കണം, അങ്ങനെ ഒരുപാട് പ്രിപ്പറേഷൻസ് സത്യത്തിൽ അച്ഛന്മാർ ചെയ്യും. ഒരുപാട് സ്ഥലത്ത് അന്വേഷിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഹെൽപ്പ് ചെയ്യും അച്ഛൻ. ചിലപ്പോൾ അറിഞ്ഞോ അല്ലെങ്കിൽ അറിയാതെയോ ഒരുപാട് കാര്യങ്ങൾ. അതായത് നമ്മൾ ഒറ്റയ്ക്ക് വിടാനോ ഒന്നിനും അച്ഛൻ തയ്യാറാവില്ല പൊതുവെ. അതിന്റെ റീസൺ ഇതാണ്. കാരണം സ്നേഹം വളരെ കൂടുതലാണ്, പക്ഷെ പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല. അത്രയേ ഉള്ളൂ. ഒന്നില്ലെങ്കിൽ പ്രകടിപ്പിക്കാൻ അറിയാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ തിരക്കുകൾ കൊണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും പറ്റിയാൽ അപ്പോഴാണ് നമ്മൾ ശരിക്കും അച്ഛനെ തിരിച്ചറിയാം. അപ്പോൾ അത്രയും ലേറ്റാക്കാൻ നിൽക്കണ്ട. ഇന്ന് ഫാദേഴ്സ് ഡേ ആണ്. എല്ലാവരും പോയി അച്ഛനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഒരു ഫാദേഴ്സ് ഡേ വിഷൊക്കെ ചെയ്യുക. ആത്മാർത്ഥമായിട്ട് ചെയ്യണം. ആത്മാർത്ഥമായിട്ട് ചെയ്യുമ്പോഴാണ് അച്ഛനും ആലോചിക്കുകയുള്ളൂ, സത്യമാണല്ലോ, എൻ്റെ മോള് തിരിച്ചറിഞ്ഞല്ലോ, എൻ്റെ മോൻ തിരിച്ചറിഞ്ഞല്ലോ. അവർക്ക് ചിലപ്പോൾ ഒരു നിമിഷത്തേക്കെങ്കിലും നമുക്കൊരു ജെന്യൂൻ ആയിട്ടുള്ള സ്നേഹം കൊടുക്കാൻ സാധിച്ചാൽ അവർ നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ നിങ്ങളെ സ്നേഹിക്കും. അപ്പോൾ സ്നേഹം നമുക്കും പ്രകടിപ്പിക്കാമല്ലോ. അപ്പോൾ എല്ലാവരും സ്നേഹം പ്രകടിപ്പിക്കുക. ഇപ്പോൾ അറിയാലോ, നമ്മുടെ അഹമ്മദാബാദ് പ്ലെയിൻ ക്രാഷ്, എത്രയോ അച്ഛന്മാരുണ്ടായിരിക്കും, അമ്മമാരുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ബാക്കിയുള്ളതൊന്നും ഓർക്കേണ്ട തൽക്കാലം. മറ്റെന്തിനെക്കാട്ടും വലുത് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പുള്ള നമ്മുടെ അച്ഛനായിരുന്നു. അമ്മയുണ്ടില്ല എന്നല്ല, ഇന്ന് ഫാദേഴ്സ് ഡേ ആയതുകൊണ്ടാണ് അച്ഛന് ഇത്തിരി പ്രിഫറൻസ് കൂടുതൽ കൊടുത്തത്. ഓക്കെ, അപ്പോൾ എല്ലാവരും സ്നേഹിക്കുക പരസ്പരം. അച്ഛനമ്മയൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുക. ഓക്കെ, ബൈ.